ശിവന്റെ തൃക്കണ്ണിന്റെ കഥ. ശിവകഥകളിലെ മൂന്നാം തൃക്കണ്ണിൻ കഥകളിലും പുരാണങ്ങളിലും ഏറെ പ്രാധാന്യമുണ്ട്. ശിവന് തൃക്കണ്ണ് തുറന്നു നോക്കുന്ന വസ്തു ചാമ്പലാകുമെന്നാണ് വിശ്വാസം. ഈ തൃക്കണ്ണ് ആത്മീയതയും ശക്തിയും സൂചിപ്പിക്കുന്നതാണെന്നും വിശ്വാസമുണ്ട്. ശിവന്റെ തൃക്കണ്ണിനെക്കുറിച്ചു പല കഥകളുമുണ്ട്. സതീദേവിയുടെ മരണത്തിനു ശേഷം വൈരാഗിയായിത്തീരുന്ന ശിവന് എല്ലാം മറന്ന് ഒരു ഗുഹയിൽ ധ്യാനനിർന്നായിരിക്കുകയായിരുന്നു. സതി പാർവതീദേവിയായി അവതാരമെടുത്ത് ശിവനടുത്തു വന്നെങ്കിലും ശിവനെ പ്രീണിപ്പിയാക്കാന് കഴിഞ്ഞില്ല. ശിവനെ തപസ്സില് നിന്നുണർത്തി പാർവതിയില് അനുരക്തനാക്കുക എന്ന ഉദ്ദേശത്തോടെ എത്തിയ കാമദേവനെ ശിവന് തൃക്കണ്ണു തുറന്ന് ഭസ്മമാക്കിയത്രേ. ഒരിക്കല് തമാശയ്ക്ക് പാർവതി ശിവന്റെ ഇരുകണ്ണുകളും പൊത്തിപ്പിടിച്ചു. ഇതോടെ ലോകത്താകെ അന്ധകാരമായി. ലോകത്തിൻ പ്രകാശവും ഊർജവും നൽകാന് ശിവൻ തൃക്കണ്ണു തുറക്കേണ്ടി വന്നു. ശിവന്റെ തൃക്കണ്ണില് നിന്നുള്ള ചൂടേറ്റ് പാർവതിയുടെ കൈയില് നിന്നും വിയർപ്പു കണമിറ്റു വീണു. ഇതില് നിന്നും അന്ധകന് എന്നൊരു ശിശുവുണ്ടായി. ഈ ശിശുവിനെ ശിവഭക്തനായ, കുട്ടികളില്ലാത്ത ഒരു അസുരന് എടുത്തുകളെത്തി. ആഗ്രഹിക്കാന് പാടില്ലാത്ത ഒരു സ്ത്രീയെ മോഹിച്ചാല് മാത്രമേ തന്റെ മരണം സംഭവിക്കൂ എന്നൊരു വരവും ശിവനില് നിന്നും അന്ധകന് നേടി. ഒരിക്കല് പാർവതിയെ കണ്ട അന്ധകന് ദേവിയില് അനുരക്തനായി. പാർവതിയെ പിന്തുടർന്നെത്തിയ അന്ധകനെ ശിവന് തൃക്കണ്ണു കൊണ്ടു ദഹിപ്പിക്കുകയായിരുന്നു. ആഗ്രഹങ്ങളില് നിന്നുള്ള വിടുതലാണ് തൃക്കണ്ണെന്ന തത്വമാണ് ഈ കഥ വെളിവാക്കുന്നത്.